ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. ഞാൻ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് എന്താണെന്നറിയോ? ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ വേക്കൻസികളാണ്. അതായത് ഫ്രീ ആയിട്ട് വിസ കിട്ടുന്ന ജോലികളാണ്. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള കമ്മീഷനും മേടിക്കാതെ ഞാൻ ഈ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകട്ടെ എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ ഏജന്റുമാരുടെ കുറേ കൊള്ളരുതായ്മകളും അതിന് കൊടപിടിക്കുന്ന കുറേ ബ്ലോഗർമാരും. അപ്പോൾ ഈ വ്ളോഗർമാർ അറിയാത്ത കാര്യങ്ങളുണ്ട്. ഈ ഓരോ ഏജൻസിയിലും, ഞാനൊക്കെ ഏജൻസിയിൽ പോയിട്ടുള്ള ആളാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുകയും ചെയ്യാം. അതായത് ഈ ഏജൻസിമാരുടെ ചതിയിലൂടെ നിങ്ങൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ഇമേജ് അതാണ് തകർന്ന് ചീട്ടുകൊട്ടാരം പോലെ താഴെ വീഴുന്നത്. ഇപ്പോൾ അന്ന ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറിൻ്റെയൊക്കെ അവസ്ഥ എന്താ? ഞാൻ ഒരാളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാനീ പോകുന്നത്. അതേപോലെ അവർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ അവരുടെ വ്ളോഗിങ് ഇമേജുകൾ മുഴുവൻ അതെല്ലാം തകർന്ന് തരിപ്പടാവും. ഒരാളെ മാത്രം വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ടോട്ടലി എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അടക്കം ചെയ്യുന്ന വീഡിയോകളിൽ മാക്സിമം തെറ്റുകളില്ലാതെ എല്ലാവരും നോക്കുക, എല്ലാ വ്ളോഗർമാരും. ഇപ്പോൾ ഈവൻ ഒരു ഫുഡിൻ്റെ ഒരു സ്ഥാപനം, അതായത് ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഒരു ഹോട്ടൽ ആയിക്കോട്ടെ, ഇനി ഒരു തട്ടുകട ആയിക്കോട്ടെ, അവിടെ കൊടുക്കുന്നത് മോശം ഫുഡാണെങ്കിൽ മോശം ഫുഡാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം എല്ലാവരും കാണിക്കണം. പൈസ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് പോകരുത്. സത്യമായി പറയണം. നല്ല ഫുഡാണെങ്കിൽ നല്ല ഫുഡാണെന്ന് പറയണം. കാരണം നമ്മളിടുന്ന അല്ലെങ്കിൽ നിങ്ങളിടുന്ന ഓരോ വീഡിയോയും ആ വീഡിയോ കണ്ടിട്ടാണ് പല ആൾക്കാരും അവിടെ പോയി ഭക്ഷണം കഴിക്കുകയും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവനങ്ങൾക്കായിട്ട് നമ്മൾ ഏതാണോ സ്ഥാപനത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ പോകുന്നതും അതുവഴി വരുന്ന നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ലക്ഷങ്ങളായിരിക്കും. ചിലപ്പോൾ പല ജീവനുകളുടെ വിലയായിരിക്കും. ചിലപ്പോൾ പലരും ഇത്രയും നാൾ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള സ്വത്തുക്കൾ മുഴുവൻ മക്കൾക്കും അല്ലെങ്കിൽ അവർക്കും സ്വന്തമായിട്ട് ആയിരിക്കും. ചിലപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇവരെന്ത് ചെയ്യും? ഈ ഏജൻസികളിലും മറ്റു കാര്യങ്ങളിലും എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്ത് ഇവർ വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തം ആ ഏജൻസിയെ ചിലപ്പോൾ ആർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഒരു വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ വ്ളോഗറുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർ ആ ഏജൻസി പോകുക. അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. അത് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കണം. അത് നമ്മൾ കുറേ നോക്കണം. അല്ലെങ്കിൽ വ്ളോഗേഴ്സ് പറയും നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു, നിങ്ങൾ കൊണ്ടുപോയി പൈസ കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വ്ളോഗേഴ്സ് എന്നല്ല, നാട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾക്ക് ഒക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇപ്പോൾ ഈ കയ്യിലുള്ള ഈ മൊബൈൽ ഇതുവഴി വരുന്ന ന്യൂസുകളാണ് എല്ലാവരും തന്നെ കാണുക. ടി വി ഒക്കെ കാണുന്ന കാലവും അല്ലാതെ പത്രമാധ്യമങ്ങൾക്കൂടെ ന്യൂസ് കാണുന്ന കാലവും എല്ലാം കഴിഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഈ കാണുന്ന ബ്ലോഗർമാർ പറയുന്നത് എന്താണോ അതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെ പോയി ഓരോരുത്തരും പടുകുഴി പോയി ചാടുന്നതാണിത്. അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ മാക്സിമം മര്യാദ അല്ലെങ്കിൽ ഒരു നന്മ കാണിച്ചു കൊടുക്കാനുണ്ടാകുക. അപ്പോൾ അതായത് അതിനകത്ത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വന്തം പ്രശ്നമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നവർ മാത്രമേ പൈസ കൊടുത്തിട്ട് ഇപ്പോൾ എന്താണെങ്കിലും, ഇപ്പോൾ കോസ്മെറ്റിക്കിൻ്റെ ആണെങ്കിൽ പോലും അതിനെന്ത് ഇഷ്യൂ വന്നാലും അതിന് നിങ്ങളും കൂടി ഉത്തരവാദികളാണ്. അപ്പോൾ അത് ഏറ്റെടുക്കാനുള്ളൊരു ചങ്കൂറ്റം എല്ലാ വ്ളോഗർമാരും കാണിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഏജൻസികളുടെ ചതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 1-2 പേരെ കയറ്റി കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പാട് നോക്കി പോകും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഇവർക്കൊക്കെ ഇതിന് മാത്രമുള്ള ഈ വേക്കൻസികൾ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ അന്വേഷിച്ചിട്ടൊക്കെ തന്നെ സാധാരണപ്പെട്ട ആളുകൾ കൊണ്ടുപോയിട്ട് ഈ പൈസ കൊടുക്കാവുള്ളൂ. അതിപ്പോൾ ഏത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ ജെനുവിനായിട്ട് ഡയറക്റ്റായിട്ട് ഏത് കമ്പനികളുടെ ആണോ ആ കമ്പനികൾ തരുന്ന ആ നമ്പർ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഉത്തരവാദിത്വമില്ല. കാരണം ഞാൻ ഇവരിൽ നിന്നും പൈസ മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിപ്പോൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ പൈസ മേടിക്കില്ല. അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജോലി കിട്ടുന്ന ആൾക്കാരിൽ നിന്ന് പോലും എനിക്ക് ഒന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഞാൻ അധ്വാനിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് എൻ്റെ കുടുംബം സുഖമായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റും. എനിക്കതുകൊണ്ട് പൈസയുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബത്തിനും പറ്റിയിട്ടുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ജോബ് വേക്കൻസി ഈ കുക്കിംഗ് ചാനൽ വഴി ഈ ഷെഫ് ലിജോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആരും കയറ്റാൻ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതായത് നമ്മളെ കുരിശി തറയ്ക്കാൻ വരില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മൾ ഈ പടച്ചു വിടുന്ന ഓരോ വീഡിയോ നോക്കിയിട്ട് പാവങ്ങൾ പോയിട്ട് ഓരോ കുഴി പോയി ചാടി കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരവാദിത്വം ഉണ്ടാവും. അതിപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ ഞാൻ തന്നെ പറയുകയാണ് ഇവിടെ ഇത്ര 100 വേക്കൻസി ഉണ്ട്, അതിന് നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ജെനുവിനായിട്ട് വരുന്ന സ്ഥലത്തുനിന്ന് വരുന്നതായിട്ട് നമുക്കതിന് യാതൊരു പേടിയില്ല.
കാരണം ഇത് അത്രത്തോളം ജെനുവിൻ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന വേക്കൻസികൾ അത് അതേപോലെ തന്നെ പാവങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പാവങ്ങളായിക്കോട്ടെ, പണക്കാരായിക്കോട്ടെ, എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ, ഇല്ലാത്തവരായിക്കോട്ടെ, ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടെ അവർക്കൊരു ജോലി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും പാടുപെടുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ പോലും കമ്മീഷൻ അടിക്കുന്നവരുണ്ടാവും. അതായത് ഇപ്പോൾ ഈ നമ്പറെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഞാൻ അതിനകത്ത് ജെനുവിനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, ഞാൻ എൻ്റെ പരിചയത്തിൽ നേരിട്ടുള്ള സ്ഥാപനങ്ങളിൽ എനിക്ക് കണ്ടു പരിചയമുള്ള ആൾക്കാർ പറയുന്ന ജോബ് വേക്കൻസികൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഇന്ന സ്ഥലത്ത് ഇന്ന വേക്കൻസി ഉണ്ട്, ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ആളെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ നമ്പർ അതിനായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാത്തതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നതാണ്, എനിക്ക് വരുന്ന വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വെറും ഒരു മീഡിയേറ്റർ മാത്രമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇതിലെനിക്ക് യാതൊരു വിധത്തിലും ലാഭമില്ല എന്നുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലെ തന്നെ സുതാര്യമായ രീതിയിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലും പോയി കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് പൊക്കോളൂ. എപ്പോഴും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഏജൻസിയെ വിശ്വസിക്കരുത്. അതിപ്പോൾ ഇവിടെ UAയിലുള്ളവരാണെങ്കിലും ശരി, ഏജൻസികൾ, അതല്ലെങ്കിൽ നാട്ടിലുള്ള ഏജൻസികളാണെങ്കിലും ശരി, ഒരു ഏജൻസി ജെനുവിൻ അല്ല. അല്ലെങ്കിൽ ഇവന്മാരുടെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പൈസ കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അപ്പനെ അമ്മേനെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെയൊക്കെ മുന്നിൽ നിന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ലെറ്റർ പേഡിൽ നിങ്ങൾക്ക് അവരൊരു പേപ്പറിനകത്ത് എന്തെങ്കിലും അവർ ഇതൊക്കെ ലീഗലും കാര്യങ്ങളൊക്കെ മണ്ണാങ്കട്ടയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇന്ന പോലെയാണെന്ന് പറഞ്ഞ് കുറേ റൂൾസും വെച്ചങ്ങ് എഴുതി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം, നമുക്കൊരു കോടതിയിൽ പോയാൽ പോലും അതിനുള്ള ബലമില്ലാണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പേപ്പറൊക്കെ നമുക്കും കുറേ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനും അതേപോലെ തന്നെ ഒരു ഏജൻസിയിൽ പോയതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നാളെ ഞാൻ വിവരിച്ചു തരാം. അതേതാ സ്ഥാപനം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഒരു ഫേക്ക് ആണോ അല്ലയോ എന്ന് പോലും ഞാനിതുവരെ അന്വേഷിച്ചിട്ടില്ല. എനിക്കതിന് അന്വേഷിക്കേണ്ട സമയമില്ല, എനിക്കതിനുള്ള കാര്യമില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ഞാനതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് പൈസ നഷ്ടവും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ തന്നെ അന്വേഷിച്ച് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതിന് ആരും ഒരു മടിയും വിചാരിക്കരുത്. ആരും എന്ത് മടി, നമ്മുടെ കാര്യം, നമ്മുടെ പൈസ പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഒരു വ്ളോഗേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട, ഒറ്റ വ്ളോഗേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരു പരസ്യത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ആരെയും വിശ്വസിക്കേണ്ട. കാരണം ഇവരൊക്കെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ആരെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ, അത് പിന്നെയും കുറച്ച് ജെനുവിനായിരിക്കും. കാരണം അവർക്ക് അതിനകത്ത് ഉപകാരമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. അതിന് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ പോയിട്ട് എന്ത് വേണം ചെയ്തോ. ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പോ അല്ലെ മറ്റു കാര്യങ്ങളോ ഉള്ളതാണോ എന്ന് നോക്കും വേണം. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യും, അതായത് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മുതലാളിയായിട്ട് ഏതെങ്കിലും ഒരു ആക്ടർക്ക് ബന്ധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൗഹൃദ ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ, അതിലും ചതിക്കുഴി ഉണ്ടാവും. പക്ഷേ അതല്ലാതെ ഒരു ആക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ടൊരു വീഡിയോ ഇടുകയാണ്, ഇന്ന പോലെ ഇന്ന സ്ഥാപനത്തിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ നമുക്കറിയാൻ പറ്റും അവർക്ക് രഹസ്യമായിട്ട് അവർ പൈസ കൊടുക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ നിങ്ങളതൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം എന്തൊരു കാര്യത്തിലും ദൈവം വിചാരിച്ച് പോയി തലയിടാൻ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഒന്നിൽ ഡിസ്ക്രിപ്ഷനിനകത്തോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഞാനൊരു ലിങ്ക് കൊടുക്കാം, കയറി നോക്ക്. അപ്പോൾ അത് ലിങ്ക് കിട്ടുമോ നോക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നൊക്കെ വരുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ന്യൂസിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ ഈ അന്നാഗ്രേസിൻ്റെ ഒരു ന്യൂസ് തന്നെയാണ് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുമായിട്ട് ചെറുതായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഏജൻസി മുഖാന്തരം ഉള്ളതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ ലിങ്ക് വിട്ടു തരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയും കാണാത്തവരെങ്കിലും കാണട്ടെ, കണ്ടിട്ട് അത് വിശ്വസിക്കട്ടെ. ഇങ്ങനെ ഏജൻസിമാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകും എന്നുള്ളത്. ഇത്രയും വലിയ അതായത് ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബർക്ക് ഇത് പറ്റുമ്പോൾ, അതായത് ഇതേപോലത്തെ ഒരു കളിപ്പീര് പറ്റുമ്പോൾ എത്ര ആളുകൾ ഇപ്പോൾ ഇതേപോലെ പെട്ട് കിടപ്പുണ്ടാവും. അതൊക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി ദൈവത്തോർത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പിച്ചിട്ട് മാത്രം. നമുക്കൊക്കെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കണക്കിലെടുക്കരുത്. കുടുംബ പ്രശ്നം മീൻസ് സാമ്പത്തിക പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒക്കെ തീരണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ജോബ് വേക്കൻസി കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് കയറി പോരുക. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വേണേൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നോക്കുക. അത് ഇവിടെ വരുമ്പോഴും ജെനുവിൻ ആയിട്ടുള്ള ഏജൻസി ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുക, അവർ കയറ്റി വിട്ടിട്ടുള്ള ആളുകളുടെ. അല്ലെങ്കിൽ ലീഗലി നമുക്കിവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥാപനം ഉണ്ടോ, അല്ലെങ്കിൽ ഈ സ്ഥാപനം വഴി അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പോലീസിനെക്കാട്ടിലും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ആനുകൂല്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നാളെയാണ് ഇനിയിപ്പോൾ ഞാൻ ഈ വിട്ട വീഡിയോസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഞാൻ ഈ പോയ ഏജൻസിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം. അത് ഏത് ഏജൻസിയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വേറൊന്നും കൊണ്ടുമല്ല, ഞാനതിനകത്ത് പ്രമോഷൻസ് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും പോരുതേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് അവർക്ക് ലാഭം കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല.
അത് അവർക്ക് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ എനിക്കത് വേണ്ടതാനും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞു വിട്ടവർ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പോയിട്ട് അവിടെ കൊണ്ട് തല വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പുറകെ നടക്കാൻ നേരമില്ല. കാരണം ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്. എനിക്കും വീടും കുട്ടികളും അതേപോലെ തന്നെ വൈഫും അമ്മയും ഒക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല, ഞാനും പോയിട്ടുണ്ട്, അത് ഇന്ന സ്ഥലത്താണെന്ന് മാത്രം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഇതേപോലുള്ള സമയത്ത് ഇതേപോലെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. മാക്സിമം എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ഒരു വ്ളോഗർമാർ പോലും ദൈവത്തെ ഓർത്ത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ലത് വിചാരിച്ച് നിങ്ങൾ ആരെയും ചതിക്കാണ്ടിരിക്കുക. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന നിങ്ങൾ എന്ത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിലും നല്ലതല്ലെങ്കിൽ മോശമാണെന്ന് തന്നെ നിങ്ങൾ പറയണം. അവിടുന്ന് കിട്ടുന്ന പൈസ വേണ്ടാന്ന് തന്നെ വെക്കണം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ആരും IAS IPS കഴിഞ്ഞ വലിയ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഡോക്ടർമാരൊന്നുമല്ല. അന്നത്തെ അത്താഴത്തിന് വേണ്ടിയിട്ട് വകയ്ക്ക് വേണ്ടി കണ്ടവൻ്റെ പറമ്പിലും അല്ലെങ്കിൽ ചുമടെടുക്കാൻ പോകുന്നവരും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിലും വലിയ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാനിത് ആരെ വിമർശിച്ച് പറഞ്ഞ കാര്യമല്ല, എൻ്റെ കണ്ണിൽ കണ്ട നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഞാൻ സാധാരണക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാവരും ഒന്ന് കെയർ ആയിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ഇടാനും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടും, അല്ലാണ്ട് ഞാൻ ആരെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വ്ളോഗ് വീഡിയോസ് മോശമാണെന്ന് പറയാനോ ഒന്നുമല്ല ഞാൻ വന്നത്. സാധാരണക്കാരനെ നിങ്ങളാരും അല്ലെങ്കിൽ സാധാരണക്കാരെ നിങ്ങളാരും കുഴപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എത്രയോ നല്ല വ്ളോഗേഴ്സ്മാരുണ്ട് നമുക്കൊക്കെ, ഒരുപാട് വഴികാട്ടികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതേപോലുള്ള വീഡിയോസ് നിങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊക്കെ നമ്മളും കട്ട സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, നമ്മളെപ്പോലെ നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരുപാട് ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഗൾഫിലൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. നിങ്ങളൊരൊറ്റ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ജോലി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ ജോലി കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുക. അല്ലാണ്ട് നിങ്ങൾ മറ്റ് ഈ ഏജൻസികൾക്കൊക്കെ പ്രൊമോഷന് വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് എന്താ കാര്യം? അവർ കുറേ പൈസ ഉണ്ടാക്കി അവർ നാട് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റൊന്നും അവരെ ബുദ്ധിമുട്ടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നില്ല. അങ്ങനെ നമുക്ക് കൊണ്ടുവരാണെങ്കിൽ മല്ലിയൊക്കെ ഇപ്പോഴും പുറത്തൊന്നും പോയി കിടക്കത്തില്ലല്ലോ. വിജയ് മല്യയുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങളെ പറ്റിച്ച് നമ്മുടെ നികുതി പണം കൊണ്ടാണ് പിന്നെ അതൊക്കെ വീട്ടിൽ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ നമ്മളെങ്കിലും ആവർത്തിക്കാണ്ടിരിക്കുക. പുതുതലമുറയെങ്കിലും ആവർത്തിക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അന്യനാട്ടിലേക്ക് പോയിട്ട് ജോലിക്ക് അലയേണ്ട കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കുകയുള്ളൂ. അതിന് നമ്മളാൽ കഴിയുന്ന എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. ജയ് ഹിന്ദ്.